നമസ്കാരം. UK-യിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ മൂന്നാമത്തെ വ്ളോഗാണ് UK-യിലത്തെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഹിൽ സ്റ്റേഷനല്ല, ഒരു കുറച്ച് മലകളൊക്കെ കയറ്റി. ആ സ്ഥലത്തിൻ്റെ പേര് കെതർഗോഡ്ജ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പോൾ എവിടേക്ക് പോകണം കേട്ടാ? ചടഗോഡ്ജ് സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് സ്ട്രേറ്റ് ടു ചതർഗോഡ്ജ്. ഇപ്പോൾ ചതർഗോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മനുഷ്യർ ഇവിടെ UK ആ ഒരു ഭാഗത്ത് ജീവിച്ചിരുന്ന ആദ്യം മനുഷ്യരുടെ സ്കെൽട്ടൺ കിട്ടിയ ഫസ്റ്റ് സ്ഥലമാണ് ചതർഗോഡ്ജ് എന്ന് പറയുന്നത്. ചതർഗോഡ്ജ് എന്ന് പറയുന്നതിൽ ഗോഡ്ജിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മലകൾക്കിടയിലുള്ള ആ വാലി ഇല്ലേ, അതിനാണ് നമ്മൾ ആ ഇംഗ്ലീഷിൽ ഗോഡ്ജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം ചീസ് ഉണ്ട്, ചതർഗോഡ്ജ് ചീസ് ഉണ്ട്. ആ ചീസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 hour നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വെതറിൽ നോക്കിയപ്പോൾ മോസ്റ്റ്ലി ക്ലൗഡി ഡേ ആണ് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ചെറിയ അവിടെ ഇവിടെ കയറ്റി ഇടയ്ക്ക് സ്ഥല സമയത്ത് വെയിൽ വരുന്നുണ്ട്. UK-യിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പായിരിക്കും. എല്ലായിടത്തും നല്ല പച്ച കളറായിരിക്കും കാണാനായിട്ട്. ആ പച്ച കളറിനിടയോടെ 3 പേര് ഈ പട്ടിനെ കൊണ്ട് പോകും. നമ്മൾ പോണ റൂട്ടിൻ്റെ ഒക്കെ സൈഡിലുണ്ട് ഫുൾ 2 സൈഡിലും മരങ്ങളും ഫുൾ പച്ചപ്പാണ്. UK-യിൽ എവിടെ നോക്കിയാലും ഈ കൺട്രി സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇതേപോലെ പച്ചപ്പുകളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകളും പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡുകളൊക്കെയാണ്. നല്ല രസമാണ് ഇതിൻ്റെ ഓരോ വഴികളിലൂടെ പോകാനായിട്ട്. നാട്ടിലത്തെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇതേ കൂടി ഉണ്ട് UK-യിലും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിലേക്ക് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നമ്മളത് വണ്ടിയിലേക്ക് ഡീസൽ അടിക്കാൻ നിർത്തിയേക്കാട്ടാ. ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പെട്രോൾ അടിച്ച് തരേണ്ട ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഇറങ്ങി നമ്മൾ തന്നെ കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് എത്ര രൂപയ്ക്ക് അടിക്കണം എന്നുള്ളതൊക്കെ കാണിച്ച് നമ്മൾ തന്നെ അടിക്കണം. സെൽഫ് സർവീസാണ് ഇവിടുത്തെ എല്ലാ പെട്രോൾ പമ്പുകളും. നാട്ടിലത്തെ പോലെ പെട്രോൾ എടുത്ത് തരാനും അടിക്കാനും ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ പൈസ ഇട്ടിട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടനോടെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൽ. ഇവിടെ ഇഷ്ടംപോലെ കാറുകൾ വന്നിട്ട് എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുക, പെട്രോൾ അടിക്കുക അല്ലെങ്കിൽ ഡീസൽ അടിക്കുക, എന്നിട്ട് ഇവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോവാം. നമ്മളിപ്പോൾ 40 പൗണ്ടാണ് അടിച്ചിരിക്കുന്നത് ഡീസൽ. 40 പൗണ്ടിന് 29.96 ലിറ്റേഴ്സ്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നണ നാട്ടിലത്തെ ഒരു ലിറ്ററിന് ഇവിടെ 134 രൂപ, 100 മുകളിൽ ഒരു ലിറ്ററിന് ഡീസലിന് ഇവിടെ പ്രൈസ് ഉണ്ട് കേട്ടോ. നാട്ടിലാണ് കുറവ്. നമ്മളങ്ങനെ ഡീസലൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഒരു ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. M5 എന്നാണ് ആ ഹൈവേയുടെ പേര്. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു മലഞ്ചെരുവ് പോലത്തെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞാൽ? മൻഡിപ്പ് ഹിൽസ് എന്നാണ് ഈ ഏരിയയുടെ പേര്. ഇതിങ്ങനെ ഒരു മലയും പിന്നെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ താഴ്വാരങ്ങളും കൊലയായിട്ടുണ്ട് കേട്ടോ. പ്രകൃതിയുടെ അരുണിമത്തെഴുതുന്ന പച്ചപ്പിന്റെ പരവതാനി വെച്ച മലഞ്ചെരുവുകളിലൂടെ ടാറിട്ട് നശിപ്പിച്ച റോഡിലൂടെ. അപ്പോൾ നമ്മളിത് നല്ലൊരു അടിപൊളി റോഡും പിന്നെ നമ്മുടെ നേരെ കാണുന്ന ഒരു കുന്ന് മാൻഡിപ്പ് ഹിൽസ്. ആ മാൻഡിപ്പ് ഹിൽസിന്റെ സൈഡിൽ കൂടിയാണ് പോണത്. ഈ അറ്റത്ത് നോക്കിയാൽ അവിടെ നല്ല താഴ്വാരവും പച്ചപ്പും പിന്നെ വലതുവശം പശുക്കളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടില്ലേ, അവിടെ ഒരു പശുക്കളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് നല്ല റോഡ്, നല്ല പച്ചപ്പ്. ഈ സീനറി നോക്കി അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ വിചാരിക്കും മതിലാണ്, പക്ഷെ മതിലല്ല കേട്ടോ, അത് ബുഷുകളാണ്. ബുഷുകൾ കൊണ്ടുള്ള മതിലാണ് കേട്ടോ. 2 സൈഡിലും ബുഷ് ഇങ്ങനെ വെട്ടി ഒതുക്കി മെന്നാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറിയൊരു കാറ്റഗറിയിൽ ചെറിയൊരു ഗ്രാമപ്രദേശത്തിലേക്കായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഴികയിലോട്ടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ പോകുന്നു. ഓൻ്റെ മോനെ, വ്യൂ നോക്കി അടിപൊളി. ഫുൾ പച്ചപ്പ്, എന്താ രസം കാണല്ലേ. 2 സൈഡ് റോഡിന് 2 സൈഡ് നല്ല കാടും പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി. ഇതെന്താ സിഗ്നൽ എന്ന് പറയുന്നത്? അത് അടിപൊളി കേട്ടോ. ഇവിടെ സിഗ്നലിൻ്റെ ബോർഡ് വരെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടേക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഒരാൾ നിന്ന് കൊടി വീശി പച്ചക്കൊടിയും ചുവപ്പ് കൊടിയൊക്കെ കാണിച്ചേനെ. ഇവിടെ നോക്കിയാൽ ഒരു സിഗ്നലിൻ്റെ ലൈറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് സിഗ്നലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും വണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ ആ വണ്ടി പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ പോകാൻ പറ്റുള്ളൂ. ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ സിഗ്നൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൂള് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം, ഇല്ലെങ്കിൽ സീനാണ്. സീനല്ല, വണ്ടി ഓപ്പോസിറ്റ്
നമുക്ക് അതിലും വലിയ സീനാവും. അതിലും അതോടെ വെയിറ്റ് ചെയ്യട്ടെ. അതെ, അത് ശരിയാ. അതെ, ഇപ്പോൾ ഇതേ നമ്മുടെ ഓപ്പോസിറ്റ് ആയിരുന്നു വണ്ടികൾ വരുന്നുണ്ട്. ഈ വണ്ടികൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റ് ഗ്രീൻ കത്തുമ്പോൾ നമുക്ക് പോകാനുള്ള സിഗ്നലായി. ഇപ്പോൾ ഇതേ കണ്ട വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരി വരിയായിട്ട്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ടാവും, ഒരാൾ നിന്നിട്ട് ഇവിടെ പച്ചക്കൊടിയും ചുവപ്പ് കൊടിയും കാണിച്ച് വീശി അതിനിടയ്ക്ക് ഹോണടിയും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ തിരക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ തിരക്കും, പിന്നെ ബ്ലോക്കായി ജാമായി തെരുവിലായി. എന്താല്ലേ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഗ്രീൻ സിഗ്നൽ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടോ. അതെ യെല്ലോ കത്തി, യെസ് ഗ്രീൻ. അപ്പോൾ ഇതിനർത്ഥം നമുക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പം ഇനി അപ്പുറത്ത് വിടുന്ന വണ്ടികളൊക്കെ അവിടെ സിഗ്നൽ റെഡ് കത്തിയിട്ട് അവരിപ്പോൾ നിർത്തിയിരിക്കും. അപ്പോൾ നമ്മൾ പോയതിന് ശേഷം മാത്രമായിരിക്കും അവരെ വിടുള്ളൂ. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. അതെ ഓപ്പോസിറ്റ് ഇതേ വണ്ടികൾ അവർക്ക് റെഡ് സിഗ്നൽ കിട്ടി അവർ നിൽക്കുന്നു, നമ്മളിതേ പാസ് ചെയ്ത് പോകുന്നു. അപ്പം നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ വണ്ടികളില്ലെങ്കിൽ ഇവരുടെ സിഗ്നൽ പച്ച കത്തും. കൺട്രി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ പച്ചപ്പായിരിക്കും. ആ ടൗൺ ഏരിയ എന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഫുൾ പച്ചപ്പ്, ഫുൾ ഗ്രീനറിയാണ് ഇവിടെ UK നമ്മൾ ഈ കൺട്രി സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കി മലയോര ചെരുവിലൊക്കെ കിടക്കണ അടിപൊളിയില്ലേ, എത്ര രസം, സൂപ്പർ സാധനം. അപ്പോൾ നമ്മുടെ ചേട്ടൻ ചേച്ചിയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 5-6 മിനിറ്റുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ സീനിക് ഡ്രൈവ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം, ഫുൾ സീനികറികൾ നമുക്കിതിൽ പറ്റാവുന്നതൊക്കെ നമുക്കിതിലെടുക്കാം. ഗ്രാമത്തിലെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാന കാലത്തേക്ക് തൊട്ട്, അതായത് വളരെ പഴക്കമുള്ള ആർക്കിടെക്ട് സ്റ്റൈലിലുള്ള വീടുകളാണ്. സോ അത് ഗവൺമെന്റ് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ എന്തായാലും ആവശ്യമാണ്. ഓക്കെ, അത് കാരണം അവർ അവരുടെ ആ ഹെറിറ്റേജ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ്. അപ്പോൾ പുറംവശമൊന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ളിലത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതെ ആ സംഭവങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റില്ല. സോ ലൈക്ക് വെൽ പ്രിസർവ്ഡ്, മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാം. അതെ, അതാ പറയുന്നത്. നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളോ കുറ്റം പറയുന്നല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ നിർത്തിയെങ്കിൽ ഒരു പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാനായിട്ട് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. അത് പോയിന്റ് അല്ലേ, പോയിന്റ്. നമ്മളിപ്പോൾ ഇതേ വില്ലേജിലേക്ക് ഇതേ എൻട്രി ചെയ്യണതേ. അവിടെ ഒരു അപ്പാപ്പനും അമ്മയും അവരുടെ പെറ്റിനെ കൊണ്ട് നടക്കുന്നു. പിന്നെ ഇവിടെ ലെഫ്റ്റിലൊരു ഇതേ ഷോപ്പ്, എന്തോ ബേക്കറി. പിന്നെ ഇതേ നേരെ കാണുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അല്ല, നമ്മുടെ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, കബാബ് കിച്ചൺ. യെസ്, കബാബ് കിച്ചൺ. ചെറിയൊരു ടൗണ്, നല്ലൊരു അടിപൊളി സ്ഥലത്തിലേക്ക് എത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഹെയർ പിൻ വഴിക്കാണ് കയറണേ. ഓക്കെ, യെസ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹൈ റേഞ്ച് ചെയ്യാറെന്ന് പറയില്ല, അതുപോലെ ഈ മലയുടെ ഇടയ്ക്ക് കൂടെ പോകുന്ന റോഡില്ലേ, ഹെയർ പിൻ പോലെ, ആ റോഡിലേക്ക് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ കുറേ പേര് വന്നിട്ട് സ്ഥലം കാണാനൊക്കെ വന്നിട്ട് ഇവര്. യെസ്, മുകളിൽ നോക്കിയാൽ നല്ല മല ചെരുവുകൾ, അടിപൊളി. ഇതേ രണ്ട് സൈഡിൽ നമ്മുടെ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ, മലയാണ് ആക്ച്വലി ഇത്, ബട്ട് ഫുൾ പാറകളാണ് കേട്ടോ. രണ്ട് സൈഡിൽ നമുക്കിവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിത് ഈ മലയുടെ സൈഡ് ഇവിടെ കണ്ടോ, എന്താ രസം കാണാൻ, എന്ത് ഹൈറ്റാന്ന് നോക്കി. ഇങ്ങനെ ഫുള്ളിങ്ങനെ ചെത്തി വെച്ച പോലെയാണ് കേട്ടോ മല. ഇങ്ങനെ സ്ലോപ്പല്ല, നേരെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത പോലെ. ഇത് നോക്കിയേ, മുകളിലേക്ക് നോക്കിയേ, എന്താ രസം കാണാൻ. ഓ, ഇത് കണ്ട, ഈ റോഡ് കണ്ട, രണ്ട് മലയുടെ സൈഡിൽ കൂടെ നടുക്കി കൂടെ നോക്കി മരങ്ങളൊക്കെ നോക്കി, അടിപൊളി, സൂപ്പർ. ഇവിടെ നോക്കി മല റോക്ക് ക്ലൈംബേഴ്സിന് കണ്ടോ അവിടെ. ഇവിടെ വന്നിട്ട് അതൊരു അവരുടെ ഒരു ഫൺ ആക്ടിവിറ്റി പോലെ. അവിടെ മുകളിൽ കണ്ട ആൾക്കാർ റോപ്പ് ഇട്ടിട്ട് മലയുടെ മുകളിൽ കയറണ റോക്ക് ക്ലൈംബിങ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആക്ടിവിറ്റീസ് ആട്ടാ. ഇവർക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഇവിടെ വന്നിരുന്നിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് ഈ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ റോപ്പ് ഇട്ടിട്ട് റോക്ക് ക്ലൈംബിങ് ചെയ്യും. എന്ത് അഡ്വഞ്ചറസ് അല്ല ഇവിടുത്തെ ആൾക്കാർ, എന്താ അടിപൊളി. ഇവിടെ കുറേ വണ്ടികൾ എടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ വന്നിട്ട് പാർക്ക് ചെയ്ത് പോയി കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കും. കുറേ പേര് നടന്നു പോകും, കുറേ പേര് ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അവരുടെ ഒരു എന്താ പറയുക, പ്ലഷർ, യെസ്, അവരുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഓക്കെ, രണ്ട് സൈഡിലും ഇവിടെ ഇത്തിരി സ്ലോപ്പായിട്ടുള്ളൊരു മല, ഇവിടെ നേരത്തെ ചെത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു മല. അതിൻ്റെ അണിക്കൂരുടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോട്ടിൽ കൂടെ. അപ്പോൾ ഇത് നോക്കി
നോക്കിയേ, ഇപ്പോൾ ആ മലരത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ പച്ചപ്പും, പിന്നെ നമ്മൾ അതിൻ്റെ നടുക്ക് കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ രസം, എന്ത് രസമല്ലേ റൈഡ്. ഓ ഈ വഴികളൊക്കെ നോക്കിയേ എന്ത് രസമാണ്. ഇവിടുത്തെ 2 പേര് ആ സൈക്കിൾ മറ്റേ 2 പേർക്ക് ഇരുന്ന് ചവിട്ടാൻ പറഞ്ഞ സൈക്കിളാട്ടാ. അതിൽ അവരത് സൈക്ലിംഗ് റൈഡ് നടക്കണു. സൺഡേ ഉണ്ട് അവരത് അവരുടെ ഫണ്ട്. എന്താ രസമല്ലേ കാണാൻ. അച്ഛനും മോളും അല്ലേ? ഓ അച്ഛനും മോളും വ്യായാമത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെമ്പിലാടികൾ നിൽക്കണ ബെഡ് ഹൗസിൽ കണ്ടോ? കണ്ട ചെമ്പിലാടികൾ മേമുട്ടൊക്കെ അതിനോണറ്. നമ്മളിപ്പോൾ ഈ വന്ന വഴി മൊത്തം ഈ ഛത്രകോച്ചിൻ്റെ ആ വഴിയായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഇതിൻ്റെ എൻഡിങ് എത്തി. ഇരുളടഞ്ഞ വഴികളിലൂടെ അതെ ഇറങ്ങിയുള്ള യാത്ര. അത് ശരിയാ. ഇരുവശങ്ങളിലും പർവ്വതാരോഹങ്ങൾക്ക് നടുവിലൂടെയുള്ള ഇഴഞ്ഞു കുഴഞ്ഞു പോകുന്ന റോഡിലൂടെയുള്ള ഇളങ്കാറ്റ് തലോടിക്കൊണ്ട് കാറിലൂടെയുള്ള യാത്ര. അതെ, നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും കാലാവസ്ഥയുടെയും ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും പശ്ചാത്തലത്തിൽ കാറായിരിക്കും അഭികാമ്യം എന്ന് വിചാരിച്ചുകൊണ്ട് കാറിലിരുന്ന് തലപ്പുറത്തേക്ക് നീട്ടിയുള്ള കാഴ്ചപ്പാടുകളാണ് കഷ്ടപ്പാടില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ നമ്മളങ്ങനെ ഛത്രകോച്ച് കയറി ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കിയേ, ഇത് ഇവിടെ ഇത്തിരി വെതറൊക്കെ ഇത്തിരി കുറച്ചുകൂടി റെയിനി ആയി തുടങ്ങിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ചാറുണ്ട് കേട്ടോ നമുക്ക്. ബട്ട് ഈ വ്യൂ ഉണ്ടല്ലോ, ഇത് രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളിയാണ്. ഇത് അവിടെ നോക്കി നിങ്ങൾ 2 മലയുടെ സൈഡിൽ കൂടെ. ഈ മലകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ കല്ലുകൾ ഉരുണ്ട് വീഴുന്നാണ് പറയണത് അവർ. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. മഴ പെയ്ത് മഴ ചാറി തുടങ്ങി. അപ്പോൾ നമ്മൾ ഛത്രകോച്ച് പോയി നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ തൊട്ടടിയിൽ തന്നെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഷോപ്പുകളും ബേക്കറീസും കുറച്ച് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സ് കയറി കുറച്ച് ഷോപ്പുകൾ സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയേക്കാണ് ഒരു എന്താ പറയുക ഈവനിങ് ടീ കുടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഗായ്സ് നിങ്ങൾ അവിടെ നോക്കിയാൽ അറ്റത്ത് കുറേ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി സീനിക്കായിട്ടുള്ള ഓരോ ഷോപ്പുകളും എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇവിടെ ഫ്രണ്ടിൽ ഒരു റിവർ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു പുഴ ഉണ്ടാ. ഓക്കെ, എന്ത് രസമാണ്. ഇതൊരു പുഴ, പിന്നെ ആ പുഴയുടെ അപ്പുറത്ത് കുറച്ച് ഷോപ്പുകളും ബേക്കറീസൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനിക് വ്യൂ. നമ്മളിപ്പോൾ ആ ചെറിയൊരു വില്ലേജ് പോലത്തെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുറേ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്പുകളും ഗിഫ്റ്റ് ഷോപ്പുകൾ, ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ പോലത്തെ ഒരു ഷോപ്പ്, അങ്ങനെ ഫുൾ ഇവിടെ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഫുൾ ഷോപ്പുകളൊക്കെ ആയിട്ടിട്ട് ഇവിടെ കണ്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെ വെച്ചുള്ളൊരു ഷോപ്പ്. ഇവിടെ മഗ്സ് വെച്ചിരിക്കുന്നു, നല്ല ഡിസൈൻ പോലെ മറ്റേ നല്ല ഡിസൈനുള്ള പ്ലേറ്റും മഗ്സൊക്കെ. ഈ കാണുന്നൊരു ഏരിയ ആണ്. ഇവിടെ കണ്ട പുറത്തൊക്കെ ഇരുന്ന് നമുക്ക് കോഫീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു കഫേ ഉണ്ട്, ജോർജ് കഫേ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ. ഓ നോക്കിയേ, അവിടെ ഒരു ലാൻഡ് റോവർ ഒക്കെ പഴയ വിൻറ്റേജ് ടൈപ്പ് ലാൻഡ് റോവർ കണ്ടോ, അടിപൊളി സാധനം. യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ പോണ കഫേ, ജോർജ് കഫേ ജോർജ്. ഈ കഫേ ജോർജിലേക്കാണ് നമ്മളിപ്പോൾ പോണേ. അതിൻ്റെ സൈഡിൽ നല്ല അടിപൊളി ചെറിയൊരു അരുവി ഒഴുകണത്. അവിടെ അതിൻ്റെ തൊട്ട് ബാക്കിൽ നല്ല മലനിരകൾ. അതിൻ്റെ തൊട്ടടിയിലാട്ടോ ഈ കഫേ ജോർജ് വരുന്നത്. എന്ത് രസമാണ് കാണാൻ നോക്കിയേ, അടിപൊളി സംഭവം. രക്ഷയില്ലാട്ടാ. ഇതിൻ്റെ അടിയിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നിങ്ങൾക്ക് കാണുന്ന ഛത്രകോച്ച് മലനിരകൾ. അതിൻ്റെ ഇടയിൽ നിന്ന് തൊട്ടപ്പുറത്തെ കഫേ ജോർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് കോഫി കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് കഫേ ജോർജിനുള്ളിൽ ഇതിൻ്റെ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് കേക്ക്സ് ആണ്. കേക്ക്സ് കൈൻഡ് ഓഫ് കേക്കാണ്. ഇത് മൊത്തത്തിൽ സ്വീറ്റാണ് ഇവിടെ മൊത്തം വെച്ചിരിക്കുന്നത്. ഇവിടെ അതിന് ഓരോന്നതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ക്ലിഫ്റ്റൺ കോഫി ബ്രൗണി, ഫ്രൂട്ടി, ഫ്ലാപ്പ് ജാക്ക്, അങ്ങനെ കുറേ പേരുകളുണ്ട്. പിന്നെ ഇപ്പുറത്ത് വേറൊരു ഇത് കണ്ടോ, ഇത് ഇവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ആണ് കേട്ടോ. ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ഓഫ് ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്.
ഇത് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് 2020, 2021, 2022 കിട്ടിയിട്ടുണ്ട്, 2023 കിട്ടിയിട്ടുണ്ട്, 18, 19 കിട്ടിയിട്ടുണ്ട്. ഇതേ മൊത്തത്തിലൊരു 8 അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ കഫേക്ക് മൊത്തത്തിൽ. ഇത് ഇവിടെ വേറെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ. ഇത് പറഞ്ഞാൽ എനിക്കിത് സ്വീറ്റ് അല്ല, ഇത് കുറച്ചുകൂടിയും സോ ടേസ്റ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. കഫേ ജോർജ്. നമുക്കപ്പോൾ ഇവിടെ സീറ്റ് കിട്ടി, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഫുള്ള് നല്ല റഷുള്ളൊരു കഫേയാണ് കേട്ടോ ഇവിടെ. ഫുൾ റഷാണ് ഇവിടെ, നല്ല രീതിക്ക് റഷ് ഉണ്ട്. അത്യാവശ്യം അവാർഡ് കിട്ടിയ കഫേ ആയതുകൊണ്ടേ നല്ല രീതിക്ക് റഷ് ഉണ്ട്. ആൾക്കാരൊക്കെ വരുന്ന അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, സംസാരിക്കുന്നു. ഉണ്ടോ എല്ലാവരും നല്ല സംസാരവും കാര്യങ്ങളൊക്കെ, ചിരി വർത്തമാനം, നല്ല രസമല്ലേ. അപ്പോൾ നമുക്കുള്ള ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്കുള്ള ഡ്രിങ്ക്സ്. നമ്മളിപ്പോൾ ഇതേ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഫി വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണേ ലാറ്റെ കോഫി. കോഫിയുടെ ക്വാണ്ടിറ്റി നോക്കിയേ, നമ്മൾ നാട്ടിൽ വന്നിട്ട് ഷേക്ക് കുടിക്കുന്ന ഗ്ലാസ്സിലാണ് അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഈ കോഫിക്ക്. ഇത്രയധികം കോഫി കുടിക്കും ഈ ആൾക്കാർ നാട്ടിലത്തെ. നമ്മുടെ എല്ലാവരും ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. കോഫി വന്നിട്ടുണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇപ്പം ഇനി ഇതൊന്ന് കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ സ്നാക്ക് കഴിച്ച് നമ്മളിത് ഇതേ കഫേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, എന്തായാലും ഒന്നും രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എന്താ ഒരു വല്ലാത്തൊരു ഫീല്. അത്രയും സീനിക്കാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം. സീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സീനിക്. സോ ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി തേക്കുന്നത്. വെൽക്കം ടു ചെദാർ, ബർത്ത് പ്ലേസ് ഓഫ് ഫാം ഹൗസ് ചെദാർ ചീസ് ആൻഡ് ഹോം ടു റിയൽ സ്ക്രംപി സൈഡർ, വേൾഡ് ഫേമസ് ഓൾഡ് ചീസ് ഷോപ്പ്. സോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെദാർ എന്ന് പറയുന്നത് ഫുള്ള് ഈ പറഞ്ഞ പോലെ ചീസിന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചെദാർ. അതുപോലെ ഈ സ്ട്രീറ്റ് ആയാലും നല്ല രസമാണ്, നമുക്ക് കണ്ടു നടക്കാൻ തന്നെ വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കേട്ടോ അവിടെ. നോക്കിയേ മുകളിൽ, അതിൻ്റെ തൊട്ട് മുകളിൽ മലയും പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ ഇങ്ങനെ ഷോപ്പുകളും. ഈ വീട് നോക്കിയേ നല്ല നീല പെയിൻ അടിച്ചിട്ട് അത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടില്ലേ, എന്താ രസം കാണാൻ, അടിപൊളി. ഇപ്പോൾ നമ്മൾ കയറിയ കഫേയിൽ അടിപൊളി ഫുഡ് ആയിരുന്നുണ്ട്, ഒരു റഷ്യനായിരുന്നില്ല ഫുഡ്. നമ്മളൊരു കോഫിയും പിന്നെ 2 സ്നാക്കാണ്, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല, നമുക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. അതൊന്നുമില്ല, ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ബണ്ണ്, അതിന് ആ ബട്ടറും പിന്നെ ഒരു ജാമും കിട്ടും. അതും കൂടി തേച്ചിട്ട് കഴിക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ, എൻ്റെ മോനെ രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി സൂപ്പറായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ പുഴയില്ലേ, ആ പുഴയാണ് ഇത് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരണേ. ഇതോടെ വന്ന് അവിടെ ഒരു ബണ്ട് പോലെ ഉണ്ട്, ആ ബണ്ട് പോലെ അവിടെ ഇങ്ങനെ ചാടി, ഇതേ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇതിൻ്റെ ഇടയോടെ ഇങ്ങനെ അടിയോടെ ഇങ്ങനെ ഒഴുകിപ്പോവും. നമുക്ക് ഇവിടെ നല്ല ചെദാർ ചീസ് കിട്ടുന്ന ഷോപ്പുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ചീസ് വാങ്ങിക്കാനായിട്ട് ഇതേ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ മൊത്തത്തിൽ. ഇവിടെയൊക്കെ നോക്കിയേ, ആ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ, എന്താ രസം കാണാൻ അല്ലേ. ഇതിവിടെ ആ പുഴ പോണു, അതിൻ്റെ അടുത്തോടെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ആ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണുന്നതാണ് ആ ഷോപ്പ് ചീസ്. ഇവിടുത്തെ ചീസ് ഞാൻ പറഞ്ഞില്ലേ ഫേമസ് ആണെന്നുള്ളത്, അടിപൊളി ചീസാന്ന് പറഞ്ഞത്. സിറ്റി ഷോപ്പ്. സോ ഇവിടെ കുറേ ഫ്ലേവേഴ്സിലുള്ള ചീസുകളൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക സാമ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. അവാർഡ് വിന്നിങ് ചീസ് സ്ട്രോസ്, എക്സ്ട്രാ മെച്യൂർ, വിൻറ്റേജ്, റെഡ് ഓണിയൻ, ഹെർബ്സ് ആൻഡ് ഗാർലിക്, ചാർക്കോൾ ബ്രിക്വറ്റ്, അങ്ങനെ കുറേ സാമ്പിളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ചീസ്. ഇത് മറ്റേ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ കൊടുക്കില്ലേ, 4 ചീസ് ബാസ്ക്കറ്റ്. ഈ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പുള്ളതൊക്കെയാണ് ഈ ചീസ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പിക്കിള്, ചട്നി, അങ്ങനെ സാധനം, പിന്നെ കുക്കീസ്, അങ്ങനെ ആയിട്ട് മൊത്തത്തിലൊരു പാക്കറ്റ് കിട്ടുന്ന സംഭവമാണ് കേട്ടത്. ചീസ് വളരെ ഫേമസ് ആയിട്ടുള്ള ചീസാണ് ഇവിടുത്തെ ചെദാർ ചീസ്. ഇവിടെ ഒടിക്കുന്നുണ്ട് കുറച്ച്, ഇത് ചീസ് മാത്രമായിട്ട് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് വെച്ചേക്കണണ്ട. അങ്ങനെ അങ്ങനെ ഓരോ പേരിൽ ചീസുകളുണ്ട് ഇവിടെ. എവിടെയും കുറേ അങ്ങനെ ചീസുകളുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇതിനോരോ ഫ്ലേവറിലൊക്കെയാണ്. സൈഡർ ആൻഡ് ആപ്പിൾ, ഓക്ക് സ്മോക്ഡ്, പിന്നെ ബ്ലാക്ക് പെപ്പർ, റെഡ് ഓണിയൻ ആൻഡ് ഹെർബ് ആൻഡ് ഗാർലിക്, അങ്ങനെ കുറേ ചീസുകൾ, കുറേ ഫ്ലേവറിലുള്ള ചീസ്. ഈ ചീസ് കണ്ടോ ഫുൾ ബ്ലാക്ക് കളറിൽ
ഇരിക്കുന്ന ചീസ് കണ്ട ഫുൾ ബ്ലാക്ക് കളറാണ് കേട്ടോ, ചാർക്കോൾ ബ്രിക്ക് വെച്ച്. അതാണ് 5 പൗണ്ട്, ഒരു പീസിന് 5 പൗണ്ട്.